friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ വാഴയിലയിൽ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ മീൻ നമ്മളിവിടെ ഫിഷ് ടാങ്കിൽ മീനൊക്കെ കുറച്ച് വളർത്തുന്നുണ്ട്, നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ആ മീൻ പിടിച്ചപ്പോൾ ഞാനതൊന്ന് വാഴയിലയിൽ പൊള്ളിക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മീൻ, വാളയാണ്. വേറെ നാട്ടിൽ എന്താ പറയണതെന്ന് അറിയില്ല, വാള മീനാണിത്. അപ്പം ഞാനിവിടെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ പുരട്ടി തുടങ്ങാം. അതിനായിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് തേച്ച് പിടിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് സുർക്കയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാരങ്ങനീരുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. നാരങ്ങനീര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സുർക്കയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് നമുക്കിതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ, അതാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് വീട്ടിൽ സാധാരണ മുളക് പൊടിയാണ്. അപ്പോൾ ഇത് നല്ല എരിവുണ്ട്, പക്ഷേ കളറ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിജയലക്ഷ്മി ചേച്ചി. നമ്മൾ FBയിൽ രുചിയരങ്ങ് എന്നുള്ള ഒരു ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ടാണ്. അവർക്കും ചാനലൊക്കെ ഉണ്ട്, വിജയാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിൽ നല്ല നാടൻ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നാടൻ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യുമ്പം ആ ഒരു ചാനലിലത്തെ ഐറ്റംസ് ആയിരിക്കും കൂടുതലും ട്രൈ ചെയ്യാറ്. അപ്പോൾ നിങ്ങളും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം നമ്മൾ മീനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിനൊക്കെയുള്ള മസാലക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ. അതുവരേക്കും മീൻ അവിടെ റെസ്റ്റ് ചെയ്തിട്ടിരിക്കട്ടെ. അപ്പം ഞാനിവിടെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മീൻ ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം എടുത്തിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് മുന്നേ അയലയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര നേരം എനിക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വന്നില്ല, ഒരു ചെറിയ മീൻ വെച്ചിട്ടല്ലേ. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മീൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പോളം ചെറിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി ചെറിയ ഉള്ളി ഇത്ര ചോപ്പ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു സവാള വേണമെങ്കിൽ ചേർക്കാം. ഇനി അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു തക്കാളി ഞാൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി വാഴയിലയിൽ പൊള്ളിക്കാനായിട്ട് ഞാൻ വാഴയിലൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത മീൻ വെച്ച് കൊടുക്കാം. ബാക്കി മസാല നമുക്ക് അതിൻ്റെ പുറത്തോട്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇതിലെ മസാല കറീൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നല്ല മസാലയും ആ ഗ്രേവി മീനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു കറിവേപ്പില വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നൂലൊക്കെ വെച്ച് ഞാൻ നന്നായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഈ മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, ഇടയ്ക്കൊന്ന് തുറന്നിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മീൻ ഇവിടെ ഞാൻ നന്നായിട്ട് മറിച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മീൻ വാഴയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് തുറക്കാൻ പോവുകയാണ്. അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ആ ഡയറക്റ്റ് പാനിൽ നിന്ന് എടുത്തിട്ട് പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് തുറന്നാൽ കാണാൻ പറ്റും. ഇതിലെ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയുന്നത് പോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.